സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഡൽഹിയിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ കേൾക്കണത് KC വേണുഗോപാലിന് സാധ്യത എന്നാണ്. ഇതിനെല്ലാം വഴിയൊരുക്കിയത്, ആദ്യമായിട്ട് തുടക്കം കുറിച്ചത് സുധാകരൻ എന്ന് പറഞ്ഞ ചങ്ങയാണ്. സുധാകരനോട് ബഹുമാനം വെച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് പാർട്ടിയെ ഇല്ലാതാക്കരുത്. നിങ്ങളെല്ലാം ആദ്യം പാർട്ടിക്ക് വേണ്ടി കുറേ സേവനങ്ങൾ ചെയ്തിന് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പ്രായമായാലും നിങ്ങൾ പറഞ്ഞായിരിക്കില്ല നടക്കല്. അതേപോലെ KC വേണുഗോപാലിന് 41 MLA പിന്തുണയുണ്ട്. ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ MLA ഈ ചെറ്റത്തനല്ലേ ചെയ്യണേ? അവരെല്ലാം മടലത്തടിക്കേണ്ടി പുറം നോക്കി കഷ്ടപ്പെട്ട് UDF പ്രവർത്തകർ, അതേപോലെ നിഷ്പക്ഷമായി നിൽക്കുന്ന ആൾക്കാർ ജയിപ്പിച്ച MLA ഈ ചതിയതിന്. MP മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ സ്ഥാനത്ത് KC വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാവുമ്പോൾ ഈ ഗ്രൂപ്പുകൾ കൊണ്ടാണ് കോൺഗ്രസ് ഇല്ലാതാവണേ. ഗ്രൂപ്പിസം പാർട്ടി പാടില്ല. ഒരു പാർട്ടി ഒരു ഗ്രൂപ്പ്. VD സതീശന് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. മൂപ്പര് പാർട്ടിയിൽ എങ്ങനെ അധികാരത്തിലെത്തിക്കണം, ടീം വർക്കാണ് നോക്കിയത്. കേരളത്തിൽ ഇപ്പോൾ ഫുള്ള് ഇതാണ് സീന്. ഞങ്ങൾക്ക് സതീശൻ മുഖ്യമന്ത്രിയാണോ? അയാൾ അത്രയും കഷ്ടപ്പെട്ടിക്ക് ഇവിടെയൊക്കെ എത്ര പ്രാവശ്യം വന്ന് ഞങ്ങളെയൊക്കെ കണ്ട്, ഒരമ്മൂമ്മയുണ്ട് അതിനൊന്നും നടക്കാനാകായിട്ട, അതിനെ കണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് അയാൾ മെനാന്ന് പറഞ്ഞു അനീഷിന്റെ ഫോണില്. അതുകൊണ്ട് സതീശൻ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി. ഹൈക്കമാൻഡ് വേഗം സതീശനെ പറഞ്ഞാൽ പോലെ രാഹുൽ ഗാന്ധിക്കൊക്കെ വിലെന്തിനങ്ങനെ കളിക്കുന്നത്? അതാ വേണ്ടേ. ഓലാദ്യം പറയാ സതീശ പിന്നെ മുഖ്യമന്ത്രിയാണോ? അതല്ലേ പറയണ്ടേ. വേണുഗോപാൽ ഇനി രാജിവെച്ച് പിന്നെ ഭാരതത്തിൽ മത്സരിക്കൊക്കെ വേണ്ടേ? ഇയാൾ എത്ര കഷ്ടപ്പെട്ടു. അതുകൊണ്ട് സതീശനാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി. സതീശൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇപ്പൊ സതീശൻ മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരട്ടെ. ഇദ്ദേഹത്തിന്റെ നിലപാട് കൊണ്ടാണ് കേരളത്തിൽ എല്ലാ MLA ജയിക്കാനുള്ള സാധനമുള്ളത്. ഈ MLA അഭിപ്രായം മാത്രം നോക്കി പോകാനില്ല. കേരളത്തിലെ ജനങ്ങളെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ നോക്കിയിട്ട് VD സതീശൻ മുഖ്യമന്ത്രിയാണ്. VD സതീശൻ കേരളം ഭരിക്കണം. കോൺഗ്രസ് പ്രവർത്തകരല്ലേ എല്ലാവരും? കോൺഗ്രസ് പ്രവർത്തകരാണ്. കഴിഞ്ഞ 2021 പിണറായി തുടർഭരണം നേടിയതിനു ശേഷം കോൺഗ്രസ് സംസ്ഥാനത്തിന് ഊർജം നൽകി, കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവീര്യം നൽകി ഈ നിലയിലേക്ക് 102 സീറ്റിലേക്ക് UDFനെയും കോൺഗ്രസിനെയും എത്തിച്ച VD സതീശന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് അർഹിക്കുന്ന യോഗ്യതയുള്ളത് VD സതീശൻ തന്നെയാണ്. പ്രതിപക്ഷ നേതാവായിട്ട് ആര് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ളത് കോൺഗ്രസിന്റെ ഭാഗത്ത് VD സതീശൻ തന്നെയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൽ അതിശക്തമായിട്ട് കേരളത്തിൽ 5 വർഷം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും മറ്റ് പല നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു ശക്തമായ ഒരു നേതാവ്, കോൺഗ്രസിന്റെ നേതാവാണ് VD സതീശൻ. സതീശനാണ് ഏറ്റവും നല്ല. സതീശന് 100% മുഖ്യമന്ത്രി 100+ എന്ന് പറഞ്ഞുകൊണ്ട് UDFന്റെ പ്രവർത്തകന്മാരുടെ ഇടയിൽ ആത്മവിശ്വാസം നിറച്ച നിലപാടുള്ള നട്ടലുള്ള നേതാവ്. വർഗീയത പറയുമ്പോൾ പോടാ പുല്ലേ എന്ന് പറയാൻ ആർജവം കാണിച്ച കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ അഭിപ്രായം. അത് ഹൈക്കമാൻഡ് ആ ഒരു നിലപാടിലേക്ക് എത്തും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം. ഉപതെരഞ്ഞെടുപ്പടക്കോ അതേപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പടക്കം കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് എത്ര സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കൃത്യമായ ബോധ്യം വെച്ചുകൊണ്ടാണ് VD സതീശൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനുള്ള അംഗീകാരം കേരള ജനത VD സതീശനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി എല്ലാ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ബാലുശ്ശേരിയിലും ജനങ്ങൾക്കൊപ്പം
പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള ഒറ്റ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രകടനവുമായി മുന്നോട്ട് പോയത്. ഇവിടുത്തെ സാധാരണ പ്രവർത്തകരും കേരളത്തിൽ ഇനി ഒരു നേതാവേ ഉള്ളൂ, അത് വി.ഡി. സതീശനായിരിക്കും. കേരളത്തിലെ ഇനി ഈ 5 ഭരണം മാത്രം പോരാ, തുടർന്ന് 5 വർഷം കൂടി ഭരിക്കണമെങ്കിൽ വി.ഡി. സതീശനെ പോലെ ഒരു നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കണം. ഈ കേരളത്തിലെ മുഴുവൻ UDF പ്രവർത്തകരും കോൺഗ്രസ്സുകാരും അതിനു വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നത്. എല്ലാ അഭിവാദ്യം ജയ് UDF. ഈ പ്രവർത്തകര് കംപ്ലീറ്റ് 10 ആണ്ടുകളോളം കോൺഗ്രസ് പ്രവർത്തകരായി പ്രവർത്തിച്ച യുവാക്കളും പ്രായമുള്ളവരാണ് ഇവർ നിൽക്കുന്നത്. ഇവർക്കൊക്കെ ഒരേ ഒരു താല്പര്യമുള്ളൂ, വി.ഡി. സതീശൻ നേതാവായി വരണം എന്നുള്ളത്. 1 ഡസനോളം മന്ത്രിമാർ പരാജയപ്പെടുമെന്ന് ശക്തമായിട്ട് പ്രഖ്യാപിച്ച ഞങ്ങളുടെ നേതാവ് വി.ഡി. സതീശൻ തന്നെ കേരളം നയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ്, യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി സെക്രട്ടറിയാണ്. ഇവിടെ KC ആയാലും RC ആയാലും VD ആയാലും ആരായാലും ഒക്കെ ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. പക്ഷേ ഈ തവണ വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ നിലപാടുകൾക്കുള്ള വോട്ടാണ് ഈ 102 UDFന്റെ 102 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച് അത് 63 വി.ഡി. സതീശൻ ഒരാളുടെ പ്രയത്നം കൊണ്ടാണ്. അദ്ദേഹത്തെ കണ്ടാണ് ന്യൂജൻ പിള്ളേർ, കാരണം അവർക്ക് രാഷ്ട്രീയമില്ല, ന്യൂജൻ പിള്ളേർക്ക് രാഷ്ട്രീയമില്ല, അവരുടെ വോട്ട് കൊണ്ടാണ് കോൺഗ്രസ് UDF കേരളത്തിൽ അധികാരം വന്നത്. അപ്പോൾ കേരള ജനതയുടെ ഒരേ ഒരു വികാരം വി.ഡി. സതീശൻ സാറേ, അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന താഴെത്തട്ടിലെ എല്ലാ പ്രവർത്തകരും ജനങ്ങളും രാഷ്ട്രീയം ഭേദമന്യേ എല്ലാവരും നിലപാട് പറയുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്നാണ്. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച്, ഞങ്ങൾ പണിയെടുത്ത് ജയിപ്പിച്ച്, ഞങ്ങൾ വിശ്വസിച്ച് മുന്നിൽ നിന്ന് നയിച്ച നേതാവിന്റെ പേര് ഇന്ന് പുറകിലാണെന്ന് കേൾക്കുമ്പോൾ സാധാരണ ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഞങ്ങൾക്കിടയിൽ ചെറിയ മനോവിഷമമുണ്ടായി. ആ മനോവിഷമം ഞങ്ങൾ കൂട്ടുകാരും ഒന്നിച്ച് ആലോചിച്ചപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം പ്രതിഷേധിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗമില്ല. ഒരു നേതാവിന് ഞങ്ങൾ എതിരല്ല, ഒരു നേതാവിനെ ഞങ്ങൾ തടയാനോ അല്ലെങ്കിൽ ഒരു നേതാവിനോട് മോശം പറയാനോ അല്ല ഞങ്ങൾ ഇന്നിവിടെ ഈ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇത് ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങളുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയാൻ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു മാർഗം ഈ തെരുവോരമാണെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് ഇറങ്ങിയേക്കുന്നത്. ഇങ്ങനൊരു KPCC പ്രസിഡന്റും കൂടെ നാടാണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല, അദ്ദേഹം പുറത്താണുള്ളത്, അദ്ദേഹം തിരുവനന്തപുരത്താണുള്ളത്. ഞങ്ങൾ KPCC പ്രസിഡന്റിനെ കണ്ട് പറയാനിരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. കാര്യങ്ങൾ വേഗത്തിൽ പോകുന്നു എന്ന് ഞങ്ങൾക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറക്കിയത്. KPCC പ്രസിഡന്റ് നാടായതുകൊണ്ട് ഞങ്ങൾ ആരും KPCC പ്രസിഡന്റിനെതിരല്ല. ഞങ്ങളുടെ ചങ്കാണ് ഞങ്ങളുടെ KPCC പ്രസിഡന്റ്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. അദ്ദേഹം കൂടി ശക്തമായി നിലപാടെടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അദ്ദേഹം അത് പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് നിങ്ങൾ വഴി അറിയിക്കുകയാണ്. കേരളത്തിലെ ഈ 102 സീറ്റിന്റെ വൻ വിജയം ഉണ്ടായത് വി.ഡി. സതീശൻ എന്ന മാന്ത്രികനെ പോലെ ഈ മണ്ഡലത്തിൽ മുഴുവൻ ഓടി നടന്ന്, എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിച്ച് അദ്ദേഹം നല്ല രീതിയിൽ ജാതിമത കോമരങ്ങളെല്ലാം അഴിഞ്ഞാടിയപ്പോൾ അതിനെതിരെ ശക്തമായി പോരാടിയതിന്റെ ഫലം കൂടിയാണ് ഈ 102 എന്ന ഒരു മാന്ത്രിക സംഖ്യ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക. ഞങ്ങൾ ഒരനുകൂല വിഭാഗത്തിന്റെയും ഒപ്പം പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് ആയിട്ട് മുന്നോട്ട് പോകാൻ, വി.ഡി. സതീശൻ 5 കൊല്ലം മുമ്പ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഗ്രൂപ്പ് കൊണ്ടു നടക്കാനോ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾ ചുമതലയുള്ള ഭാരവാഹികളാണ്. ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിത്വത്തിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ഈ പാർട്ടിയിൽ എനിക്ക് പിന്നിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. പഞ്ചായത്ത് മെമ്പർ തൊട്ട് മുഴുവൻ ആളുകളും ഇതിന്റെ അകത്തുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, ഇനിയും ആളുകൾ വരാനുണ്ട്. ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു സംവിധാനം വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. ഇത് നാളെ കേരളത്തിൽ ഇതിനൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾക്ക് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ കേരളത്തെ തെരുവോരങ്ങളിൽ ഞങ്ങൾ ഇനിയും വീണ്ടും ഇറങ്ങും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതുണ്ടാകും. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക, അതാണ് അത് ഞങ്ങളുടെ നെഞ്ചാണ്, ഞങ്ങളുടെ ചോരയാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ നായകനാണ്. ഉമ്മൻചാണ്ടിയെ ഒരുപാട് ദ്രോഹിച്ച രാഷ്ട്രീയ പ്രതിനിധികളാണ് ഇവിടുന്ന് മാഞ്ഞു പോയിട്ടുള്ളത്. അവരെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് പ്ലക്കാർഡിൽ ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ഫേസ് ചെയ്തത്. അല്ല, ഞങ്ങൾ CPM-ൽ നിന്ന് ഏറ്റ മുറിവുണ്ട് ഉമ്മൻചാണ്ടിക്ക്. അത് ഈ കണ്ണൂരിലും ഈ പേരാവൂരിലും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ഇത് വെച്ചത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളായതുകൊണ്ട് തർക്കമുണ്ടാവില്ല എന്ന് ചോദിച്ചു. അങ്ങനെ തീർച്ചയായും ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള മുഖ്യമന്ത്രി, ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. മറിച്ചൊരു തീരുമാനമുണ്ടായാൽ ഇതിൽ ഇന്ന് ഇറങ്ങിയേക്കുന്ന ആളിനേക്കാൾ കൂടുതൽ ഇരട്ടി ബലത്തോടു കൂടി പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതേപോലെ ഈ തലക്ക് വെളിവില്ലാത്ത ഈ വയസ്സന്മാരെല്ലാം പറയണേ, കുര്യൻ എന്ന് പറഞ്ഞ ആള് ഫ്ലക്സ് വെക്കുന്നതാണേലും ഇതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളാണ്. സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ
തീരുമാനിക്കാൻ കഴിയില്ല. ജനങ്ങൾ ഭൂരിപക്ഷം വി ഡി സതീശനെ വോട്ട് ചെയ്യുന്ന എവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ MLA-മാർ പറയുന്നതാണ് ജനാഭിപ്രായം. മറ്റൊരു ജനാഭിപ്രായം കുറേ പേർ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ ചില ചാനലുകൾ പിന്തുണച്ചതുകൊണ്ടോ കുറെ സോഷ്യൽ മീഡിയ പറഞ്ഞതുകൊണ്ടോ ജനാഭിപ്രായം എന്ന് പറയാൻ പറ്റത്തില്ല. വേണുഗോപാൽ ഇയാൾ ഈ സമരങ്ങളൊന്നും കാണുന്നില്ല കേരളത്തിൽ നടക്കണേ. ഒരു സമരം നടക്കണില്ലല്ലോ. ജനവികാരം വി ഡി സതീശൻ ഇല്ലാന്നാ പറഞ്ഞത്. എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി വി ഡി സതീശനൊപ്പാണ്. സഖാക്കന്മാർ വരെ. എനിക്കൊന്നേ പറയാനുള്ളൂ, വി ഡി സതീശൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല. ഇത് ഞാൻ പറഞ്ഞ് എഴുതി വെച്ചു. അപ്പോൾ സതീശൻ പറഞ്ഞത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആണെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കേണ്ട, പറവൂർ ഞാൻ ഒഴിഞ്ഞേരാന്ന്, ഞാനൊരു സ്ഥാനത്തിനും ഇല്ലാന്ന്. അങ്ങനെ മതി, ഇനി ഒന്നിക്കും വേണ്ട, തോറ്റ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ് ഇത്രയും ചങ്കൂറ്റാരി കാണിച്ചേ. ഇപ്പോൾ ജയിച്ചിട്ടും അതാ VDS വനവാസത്തിന് പോവാണ്. ഈ ചെറ്റകളുടെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. VD സതീശൻ പറഞ്ഞ ഈ വാക്കുകളാണ് കേരളം ഏറ്റെടുത്തത്. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങൾ വർഗീയത പറയാൻ പറയണ്ട. ഒരാൾ ഇനി വർഗീയത പറയണ്ട. ഞാൻ പറഞ്ഞു, പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചാൾ കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും, കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവും. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവര് ജീവിക്കുന്ന ഈ കേരളത്തിന്റെ സൗഹാർദ്ദം തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാം.